ചായ് വാല और ലേഖിക के बीच की വാർത്താലാപാണ് നമ്മൾ നോക്കുന്നത്. എക്സാമിന് വരാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യമാണിത്. ചായ് വാലയും ലേഖികയും തമ്മിലുള്ള വാർത്താലാപ്. ലേഖിക ഭയ്യ ചോട്ടെ കപ്പ് മേൻ ചായ് ദീജിയേഗ. ലേഖിക ചോദിക്കുകയാണ്, ഒരു ചെറിയ കപ്പ് ചായ നൽകിയാലും. ചായ് വാല ഹാ ജി സരൂർ. ചായ് വാല ചായക്കടക്കാരൻ എന്താ പറയുന്നത്? ശരി ജി. ജി പറഞ്ഞ ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ് കേട്ടോ. മാഡം എന്നൊക്കെ പറയില്ലേ, അതിനാണ് ജി. ജരൂർ തീർച്ചയായും. ജരൂർ തീർച്ചയായും. ശക്കർ വാലി ഹേന മധുരമുള്ളതാണോ? ലേഖിക ഹാ ഭയ്യ ചോട്ടെ കപ്പുമേ. അതെ സഹോദര, ചെറിയ കപ്പിൽ മതി. ചായ് വാല പീജിയനാബ്. താങ്കൾ കുടിച്ചാലും. ലേഖിക ശുക്രിയ നന്ദി. ചായ് വാല കോയി അസ്പതാൽ മേം അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടോ? ലേഖിക മുജ്സെ എന്നോടാണോ? ചായ് വാല ഹാ ആപ്സെ പൂച്ച് രഹാ ഹൂം. അതെ താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്. ലേഖിക ഹാ ജി അതെ, ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ട് എന്ന് പറയാണ് ലേഖിക. ചായ് വാല मैं आपको हमेशा पढ़ता हूँ, बहुत अच्छा लगता है. ചായ് വാല പറയാണ്, ഞാൻ താങ്കളെ വായിക്കാറുണ്ട്, അതായത് താങ്കളുടെ പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. ലേഖികയോട് പറയുന്നു, ബഹുത്ത് അച്ഛാ ലഗ്താ ഹെ, വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വളരെ നല്ലതാണ്, ഞാൻ വായിക്കാറുണ്ട് എന്ന് ചായക്കടക്കാരൻ പറയാണ്. ലേഖിക ശുക്രിയ നന്ദി. ലോ ചായക്കെ പൈസെ, ചായയുടെ പൈസ എടുത്തോളൂ. ചായ് വാല പൈസയ്ക്ക് ബാത്ത് ബാദ് മേ ദേഖേംഗെ. പൈസയുടെ കാര്യം പിന്നെ നോക്കാം. ലേഖിക ശുക്രിയ ഫിർ മിലേം. ലേഖിക പറയാണ്, നന്ദി വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ലേഖിക പോകുന്നു. അത്രയാണ് അവർ തമ്മിലുള്ള വാർത്താലാപ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും വാർത്താലാപം നന്നായിട്ട് എഴുതി പഠിക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് തീർച്ചയായിട്ടും 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണിത്. എല്ലാവരും പഠിച്ചു വെക്കുക. ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ.